ശ്രീ രാജു പി നായർ ഇവിടെ NR മുരളി പറയുന്നത് എന്താണ് വേടൻ വിഘടനവാദിയാണ്, വേടൻ ജിഹാദി പണത്തിൻ്റെ പങ്കുണ്ട്, വേടൻ ജാതി ഭീകരവാദിയാണ്. അതിൽ ജാതി ഭീകരവാദി എന്ന് പറയുന്ന സാധനം ഒരു രാഷ്ട്രീയ വിമർശനമായി പറയാം. വിഘടനവാദിയെന്നും ജിഹാദി പണത്തിൻ്റെ പങ്കെന്നും പറയണമെങ്കിൽ തെളിവുണ്ടാവണ്ടേ? രാജു പി നായർ, നാട്ടിലെന്തും ചെറുപ്പക്കാരെ പറ്റി എന്തും അങ്ങ് പറയാവുന്നതാണോ? ഹാഷ്മി, പുതിയ ഇന്ത്യയിൽ തെളിവുകളൊന്നും പ്രസക്തമല്ലല്ലോ. ഓരോരുത്തരുണ്ടാക്കുന്ന അജണ്ടയുടെ ഭാഗമായിട്ട് എന്തും പറയാം എന്നുള്ളതാണല്ലോ. പിന്നെ ഈ പറഞ്ഞ വിഷകലയൊക്കെ പറഞ്ഞതിനുള്ള മറുപടി മുൻകൂറായിട്ടാണ് വേടൻ പറഞ്ഞിട്ടുള്ളത്. വേടൻ്റെ പാട്ടുകൾ ഈ വിഷകലയ്ക്കും അതുപോലെ തന്നെ ഈ മധു എന്ന് പറയുന്ന ആൾക്കെല്ലാം മുൻകൂർ മറുപടിയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇവർ മറുപടി പറയുകയാണ്. ഈ ശശികലയും ഇവരൊക്കെ വേടന് മറുപടി പറയുകയാണ്. വേടൻ മുൻകൂറായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അയാൾ വിശ്വസിക്കുന്ന ഒരു ആശയത്തിനുണ്ടെങ്കിൽ അയാളുടെ സമൂഹത്തിന് വേണ്ടി പോരാടേണ്ടത് എങ്ങനെയാണെന്ന് ആരാ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്? അത് ചിലപ്പോൾ റാപ്പാവാം, ചിലപ്പോൾ നിരാഹാരമാവാം, ചിലപ്പോൾ വില്ലുവണ്ടി ഓടിച്ചാവാം. പല രീതിയിൽ സമരം ചെയ്യും, പല രീതിയിൽ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കും. ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരത്തിൽ പാട്ടുകൾ നടത്തുന്നത് അല്ലെങ്കിൽ ആ പാട്ടുകളിലൂടെ പറയുന്നത് ഇവർക്കങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? എന്തിനിവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത്? ഇവരുടെ മനസ്സിൽ നിന്നൊന്നും മറ്റേ ഈ പറഞ്ഞ ഇണ്ടൻതുരുത്തി മനയിലെ നമ്പൂതിരി ഇറങ്ങിപ്പോയിട്ടില്ല. ഇണ്ടൻതുരുത്തി മനയിലെ നമ്പൂതിരിമാർ ഇരിക്കുന്ന മനസ്സുകളാണ് സംഘപരിവാറിൻ്റെത്. ഈ മഹുവ മൊയ്ത്ര ഒരിക്കൽ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ഹിന്ദുക്കൾ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ഹിന്ദുക്കൾ. അവരില്ലാതെ ആയാൽ നമ്മൾ നായരും നമ്പൂതിരിയും പറയനും പുലയനും തൊട്ടു തീണ്ടാത്തവനൊക്കെ ആയി മാറും. വെറുപ്പ് അങ്ങനെയാണ് ഹാഷ്മി. ആ വെറുപ്പ് എപ്പോഴും പുതിയ വെറുപ്പും വിദ്വേഷവും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, വെറുപ്പ് അങ്ങനെയാണ്, എപ്പോഴും പുതിയ വെറുപ്പുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അതല്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. ഇന്ന് ദളിതരും ഈ പറയുന്ന സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷമതകളെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഇവരുടെ മനസ്സിലെ ഈ ഇണ്ടംതുരുത്തി വാര്യരിലെ മനയിലെ നമ്പൂതിരി പുനർജനിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവരെപ്പോഴാണ് ഈ ദളിതരെ ആദരിച്ചിട്ടുള്ളത്? ഇവരെപ്പോഴാണ് ദളിതരെ ഹിന്ദുവായി കണ്ടിട്ടുള്ളത്? ഇവരിപ്പോൾ പറയുന്നല്ലോ, സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ സംസ്കാരത്തെ എന്നാ ഇവർ അംഗീകരിച്ചിട്ടുള്ളത്? ഈ പറയുന്ന പാപയോനിയിൽ ജനിച്ചവർ എന്ന് പറഞ്ഞിട്ടുള്ളവരല്ലേ ഇവരെല്ലാം? അവരിന്ന് അവരുടെ അവകാശങ്ങൾ ഇന്ന് ഈ പറയുമ്പോൾ, ഇന്ന് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ ആ ദളിതരുടെ അവകാശങ്ങൾ ഇല്ലാതെയാക്കപ്പെടുമ്പോൾ, പിണറായി വിജയൻ്റെ കേരളത്തിൽ ആ ദളിതരുടെ അവകാശങ്ങൾ ഇല്ലാതെയാക്കപ്പെടുമ്പോൾ അവർ സംസാരിക്കും. ആ വേടൻ്റെ വാക്കുകൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം പേരൂർക്കട സ്റ്റേഷനിൽ നിന്ന ബിന്ദുവിനെ പോലുമുള്ള പോരാട്ടമാണ്. വേടൻ്റെ രാഷ്ട്രീയമൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല. പക്ഷെ വേടൻ പറയുന്നത് ഒരേ സമയം പിണറായി വിജയനും നരേന്ദ്രമോദിക്കും എതിരായിട്ട് മാറുന്നുണ്ട്. അത് ദളിതരുടെ അവകാശങ്ങളെ കുറിച്ചാണ്. ആ അവകാശങ്ങൾ സംസാരിക്കുമ്പോൾ അവരെ അടിച്ചമർത്തുക എന്നുള്ള ബ്രാഹ്മണ്യത്തിൻ്റെ വക്താക്കളായിട്ട് ഇവർ മാറുകയാണ്. ബ്രാഹ്മണ്യത്തിൻ്റെ വക്താക്കളാണ്. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ നേതാക്കന്മാർ മുഴുവൻ ഇന്ന് വേടനെതിരെ തിരിഞ്ഞിരിക്കുന്നത്? വേടൻ ഇവർക്ക് എങ്ങനെയാണ് ഭീഷണിയാവുന്നത്? ഇത് ഞാൻ നോക്കൂ, വലിയ രാഷ്ട്രീയത്തിൽ നോക്കൂ. രാഹുൽ ഗാന്ധി ജാതി സെൻസസ് എന്ന് പറഞ്ഞ ആശയം ഈ രാജ്യത്ത് മുഴുവൻ വെച്ചപ്പോൾ എന്താ ഇവർ ഉദ്ദേശിച്ചത്? ഈ മധു ഉപയോഗിച്ച വാക്കുകളല്ലേ? വിഘടനവാദം, അതുപോലെ തന്നെ ജാതി ഭീകരതയൊക്കെ അല്ലേ ഇവരുപയോഗിച്ചത്? അവസാനം രാഷ്ട്രീയമായിട്ട് അവർക്ക് തിരിയേണ്ടി വന്നു. എങ്ങനെയാ? കാരണം ഈ രാജ്യത്ത് ആ പിന്നോക്ക ദളിത് വിഭാഗത്തിൻ്റെ രാഷ്ട്രീയം ശക്തിപ്പെട്ടു. 400-ൽ നിന്ന് 240, 400 എന്ന് പറയുന്ന അവരുടെ സ്വപ്നത്തിൽ നിന്ന് 240-ലേക്ക് നിലംപതിച്ചപ്പോൾ ആ ദളിതരുടെ രാഷ്ട്രീയത്തിന് ശക്തി കിട്ടി എന്നുള്ളതാണ്. ആ ശക്തിയാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ജാതി സെൻസസ് നടത്തിയപ്പോൾ മുഴുവൻ